ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മത്തി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ഇന്ന് എടുത്ത് അത് കറി വെച്ചെടുത്തിട്ടുണ്ട്. പറ്റിച്ചെടുത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണ തൂകി എടുത്തിട്ടുണ്ട്. പിന്നെ വറക്കാനായിട്ട് ചൂടയാണ് ഉള്ളത്. അപ്പോൾ ചൂട നമ്മൾ അരച്ച് പറ്റി വെച്ചിരിക്കുന്ന ചൂടയെ നമുക്ക് വറുത്ത് എടുക്കാം. അപ്പോൾ ആ ചൂടയും ഞാനിന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് തോരന് മെഴുക്ക് വരട്ടിക്കൊക്കെ നമ്മൾ വെക്കുന്നതിന് പകരം ഇപ്പം ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് ഹോഴ്സ് ഗ്രാമാണ്, അതായത് മുതിര എന്ന് പറയും. മുതിരയാണ് വെച്ചിരിക്കുന്നത്. അപ്പം കൂടുതലും കോട്ടയത്ത് കൂടുതലും വൻപയറാണ് കൂടുതൽ വെക്കുന്നത്. അതേസമയം എൻ്റെ നാട്ടിൽ തൃശ്ശൂർ നാട്ടിൽ കൂടുതലും നമ്മൾ മുതിരയാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ മുതിരുപ്പേരി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ തോരൻ എന്നൊക്കെ പറയില്ലേ, അതിന് ഉപ്പേരി എന്നാണ് പറയുന്നത്. അപ്പം മുതിര നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അത്യാവശ്യം സമാസമം തന്നെ എടുത്ത് നമുക്ക് ചതച്ചെടുക്കാം. അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില കൂടെ എടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ശരിക്കും അവിടെയൊക്കെ ഇടുന്നത് ചില്ലി, നമ്മുടെ ഇടിച്ചെടുത്ത മുളക് പൊടിയാണ്, അതായത് ചില്ലി ഫ്ലെക്സ് ഇല്ല, അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ലപോലെ നമ്മൾ മൊരിയിച്ചെടുക്കണം. അതായത് നല്ലപോലെ വഴറ്റി ഇതിനൊരു പ്രത്യേക മണം വരും. കാരണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന മുതിര നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട്, അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെന്തെടുത്ത മുതിരയാണ്, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നല്ലപോലെ ഇളക്കി എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുതിരുപ്പേരി അല്ലെങ്കിൽ മുതിര തോരനെന്നോ മുതിര മെഴുക്കെന്നോ പറയാം, അത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കാത്തവരില്ലേ, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് മുതിര ഇങ്ങനെ കറി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ചാറിന് വേണ്ടിയിട്ട് ഇന്നൊന്നും വെച്ചില്ലായിരുന്നു. ഞാൻ ഇന്നലെ പടവലങ്ങ ചാറാണ് വെച്ചത്. പച്ചത്തേങ്ങ അരച്ച് കടുക് പൊട്ടിച്ചെടുത്താണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ചാറ് വേറെ ഒന്നും വെച്ചില്ല. അപ്പോൾ ഇന്ന് മത്തിക്കറിയും ചൂട വറുത്തതും മുതിരപ്പേരിയും കുറച്ച് പടവലങ്ങ ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചലത്തെ ഇതാണ് വിഭവങ്ങൾ. ഇനി നാളെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വൈകുന്നേരം ആലോചിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.